പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും കർത്താവിൻ്റെ അനുഗ്രഹമാണ്. ദൈവം നമ്മെ അനുഗ്രഹിച്ചു എന്നതിൻ്റെ അടയാളമാണ് ഓരോ പ്രഭാതവും. ഈ പ്രഭാതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നും ദൈവപിതാവിനോട് ചേർന്ന് നിന്ന് അന്നത്തെ ദിവസത്തെ കൂടുതൽ അനുഗ്രഹമാക്കി മാറ്റണമെന്നും ആ സ്നേഹത്തിൽ വസിക്കുവാനും സ്നേഹം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാനും നാം ഒരുക്കമുള്ളവരായിരിക്കണമെന്നും ഈ പ്രഭാതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകിയ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇന്ന് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് പലതരത്തിലുള്ള ജീവിത തടസ്സങ്ങൾ, പ്രത്യേകിച്ച് ജോലി തടസ്സം, വിവാഹ തടസ്സം, അതുപോലെ തന്നെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സകലരെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ ഈ ശുശ്രൂഷയെ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിക്കാം. പരിശുദ്ധ അമ്മയെല്ലാം അനുഗ്രഹമാക്കുവാനായി ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. പ്രത്യേകമായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ശുശ്രൂഷയുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മുടെ ജീവിതങ്ങളായി തീരുവാനായി പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ദൈവാത്മാവ് നമ്മെ നയിക്കട്ടെ. ഇന്നേ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധ അരൂപി നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ പരിശുദ്ധാത്മാവാണ് വചനം സ്വീകരിക്കുവാനും വചനത്തിനനുസരിച്ച് നമ്മെ ക്രമപ്പെടുത്തുവാനും അനുഗ്രഹം നൽകുന്നത്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് തിരുവചനം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സങ്കീർത്തനങ്ങൾ 113, 6, 7 വചനങ്ങൾ. സങ്കീർത്തനങ്ങൾ 113,
6, 7 വചനങ്ങൾ. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യമക്കളെ നോക്കുന്നു. മനുഷ്യമക്കളെ നോക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അഹങ്കരിക്കുന്നവനെ തള്ളിക്കളയുകയും എളിമപ്പെടുന്നവനെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ദൈവമാണവൻ. അതാണ് വചനത്തിൽ നാം കാണുന്നത്. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ആകാശവും ഭൂമിയും അവൻ നോക്കുന്നു. ദരിദ്രനെയും അതുപോലെ തന്നെ എളിമപ്പെടുന്നവനെയും അവൻ അനുഗ്രഹിക്കും. അവരുടെ ദയനീയ സ്ഥിതിയിൽ നിന്നും അവരെ അവൻ കൈപിടിച്ചുയർത്തും. അവരെ അവൻ നയിക്കും. തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആരാണോ കർത്താവിൻ്റെ വചനത്തിൽ ശക്തി പ്രാപിക്കുന്നത് അല്ലെങ്കിൽ അഭയം പ്രാപിക്കുന്നത്, ആ വചനം സ്വീകരിക്കുവാൻ എളിമയോടെ നിൽക്കുന്നത്, അവരുടെ എല്ലാം ജീവിതങ്ങൾ അനുഗ്രഹങ്ങളായി തീരുമെന്ന്. വീണ്ടും തിരുവചനത്തിൽ സുഭാഷിതങ്ങൾ 11:2 അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട്, വിനയമുള്ളവരോടുകൂടെ ജ്ഞാനവും. അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട്, വിനയമുള്ളവരോടുകൂടെ ജ്ഞാനവും. പ്രിയപ്പെട്ടവരെ, അഹങ്കാരം അപമാനത്തിന് കാരണമാകുന്നു. അഹങ്കാരം അപമാനത്തിന് കാരണമാകുന്നു. എന്നാൽ വിനയം ജ്ഞാനത്തിന് വഴിതെളിക്കുന്നു. അഹങ്കാരിക്കുന്നവൻ അപമാനിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവൻ്റെ ജീവിത മേഖലകളിൽ ക്ഷണികമായ ലാഭത്തിനു വേണ്ടി സംസാരത്തിലും പ്രവൃത്തിയിലും മനോഭാവത്തിലും അഹങ്കരിക്കുന്ന ഒരുവന് അധപതനത്തിനുള്ള വഴിയാണ് അവർ തുറക്കുന്നത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. എന്നാൽ വിനയമുള്ളവനോടുകൂടെ ജ്ഞാനമുണ്ടായിരിക്കും. വിനയശീലൻ ജ്ഞാനം നേടും. ജ്ഞാനം അവനെ നയിക്കും. ജ്ഞാനം അവനെ വലിയവനാക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് അഹങ്കരിക്കുന്ന മനോഭാവമല്ല, വിനയത്തിൻ്റെ മനോഭാവമാണ്. ജ്ഞാനിയാവുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപമാനിക്കപ്പെടുന്നവനായി തീരുക, അപമാനിക്കപ്പെടുന്നവളായി തീരുക എന്നത് അതൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. മറിച്ച് ജ്ഞാനിയായി തീരുക, ജ്ഞാനത്തിന് വില കൊടുക്കുന്നവരായി മാറുക എന്നത് മാത്രമാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അത് ലഭിക്കുന്നത് വിനയഹൃദയമുള്ളവർക്കാണ്, വിനയത്തോടു കൂടിയ ജീവിതമുള്ളവർക്കാണ്, വിനയത്തോടു കൂടിയ പെരുമാറ്റമുള്ളവർക്കാണ്. വിനയത്തിന് ജീവിതത്തിൽ, എളിമയ്ക്ക് ജീവിതത്തിൽ പ്രാധാന്യം നൽകുന്നവർക്കുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവ പദ്ധതികളെല്ലാം അംഗീകരിക്കുവാനും ദൈവീക സംവിധാനത്തോട് ചേർന്ന് നിൽക്കുവാനും ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ വിനയം എന്ന പുണ്യം ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം. എളിമ എന്ന പുണ്യം ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം. തിരുവചനത്തിൽ നാം വീണ്ടും കാണുന്നുണ്ട്. സുഭാഷിതങ്ങൾ 16:19. സുഭാഷിതങ്ങൾ 16:19 അഹങ്കാരികളോട് ചേർന്ന് കൊള്ളമുതൽ പങ്കുവയ്ക്കുന്നതിനേക്കാൾ നല്ലത് വിനീതനായി ദരിദ്രനോടൊപ്പം കഴിയുന്നതാണ്. വിനീതനായി ദരിദ്രനോടൊപ്പം കഴിയുന്നതാണ് അഹങ്കാരികളോട് ചേർന്ന് കൊള്ളമുതലിന് അവകാശിയാകുന്നതിനേക്കാൾ നല്ലത് എന്ന് തിരുവചനം പഠിപ്പിക്കുക. വിനയമുള്ളവൻ ഒരുപക്ഷെ ദരിദ്രനായിരിക്കാം, അവനോട് ചേരുന്നതാണ് നല്ലത് എന്ന് തിരുവചനം പഠിപ്പിക്കുക. കാരണം അവൻ്റെ മാർഗങ്ങൾ നേരെയുള്ള മാർഗങ്ങളായിരിക്കും. വിനയമുള്ളവൻ്റെ, എളിമയുള്ളവൻ്റെ മാർഗങ്ങൾ നേരായ മാർഗമാണ്. അവൻ ദരിദ്രനാണ് എങ്കിലും അവനോട് ചേർന്ന് കഴിയുമ്പോൾ
നമുക്ക് ലഭിക്കുന്ന ആനന്ദം, സമാധാനം, സന്തോഷം ഇതൊരിക്കലും അഹങ്കരിക്കുന്നവനോട്, കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിനോട് ചേർന്ന് നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുകയില്ല. അതാണ് കർത്താവ് തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അഹങ്കാരികളോട് ചേർന്ന് കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിനേക്കാൾ നല്ലത് വിനീതനായി ദരിദ്രനോടൊപ്പം കഴിയുകയാണ്. ദാരിദ്ര്യത്തിൽ കഴിയുക എന്നത് അനുഗ്രഹമാണ് എന്ന് പറയുകയാണ്. കാരണം അഹങ്കരിച്ച് കൊള്ള മുതലുള്ളവനായി തീരുന്നതിനേക്കാൾ എളിമപ്പെട്ട് ദരിദ്രനായി ദൈവസ്നേഹത്തിൽ, പരസ്നേഹത്തിൽ ജീവിക്കുന്നവരായി മാറുമ്പോൾ ആ ജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നു. കാരണം ഭൗതികതയേക്കാൾ അധികമായി ദൈവീക പദ്ധതികൾക്ക് അവിടെ സ്ഥാനമുണ്ട്. വീണ്ടും തിരുവചനത്തിൽ പറയുന്നുണ്ട്, പ്രഭാഷകൻ 32:10. പ്രഭാഷകൻ 32:10. ഇടിക്കു മുൻപേ മിന്നൽ കാണുന്നത് പോലെ വിനയശീലൻ്റെ മുൻപിൽ കീർത്തി പറക്കും. ഇടിക്കു മുൻപേ മിന്നൽ കാണുന്നത് പോലെ വിനയശീലൻ്റെ മുൻപിൽ കീർത്തി പരക്കും. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ കീർത്തി, സൽപ്പേരുണ്ടാവും. വിനയശീലൻ, എളിമയുള്ളവൻ്റെ ജീവിതത്തിൽ സൽപ്പേര് ഉണ്ടാകും എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇടിക്ക് മുൻപേ മിന്നൽ ഉണ്ടാകുന്നത് പോലെ വിനയമുള്ളവൻ്റെ ജീവിതത്തിൽ സൽപ്പേര് അവന് മുൻപേ ഉണ്ടാകുമെന്നാണ്. ആ സൽപ്പേരിന് ഉടമകളായി തീരണമെങ്കിൽ വിനയം ഉണ്ടാകണം. നല്ല സ്വഭാവത്തിന് ഉടമകളായി തീരണം. സൽപ്പേര്, മറ്റുള്ളവരെ നമ്മെക്കുറിച്ച് നല്ലത് പറയണമെങ്കിൽ നമ്മിൽ നന്മ കാണാനായിട്ട് സാധിക്കണം. മറ്റുള്ളവർക്ക് നന്മ കാണാൻ സാധിക്കണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട പുണ്യമാണ് എളിമ എന്ന പുണ്യം. വിനയത്തോടെയുള്ള ഒരു ജീവിതം, വിനയത്തോടെയുള്ള സംസാരം, അഹങ്കാരത്തിന് ഒരിക്കലും വഴി തുറക്കാത്ത ഒരു ജീവിതം. വാക്കിലും പ്രവൃത്തിയിലും അഹങ്കരിക്കുന്നവൻ നശിപ്പിക്കപ്പെടും, അല്ലെങ്കിൽ ഈ ലോകം അവനെ നശിപ്പിക്കും. അഹങ്കരിച്ചതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് ഒരിക്കലും ഒന്നും നേടാനില്ല. എന്നാൽ എളിമപ്പെട്ടതുകൊണ്ട് ഈ ലോകത്തെ തന്നെയും നമുക്ക് കീഴടക്കാം. നമ്മൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ ജീവിതത്തെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ യേശു എളിമപ്പെട്ട് ജീവിച്ചു. അവൻ തന്നെ തന്നെ താഴ്ത്തിയെന്നാണ് പറഞ്ഞത്. കുരിശു മരണത്തോളം അവൻ തന്നെ തന്നെ താഴ്ത്തി. അതുകൊണ്ട് പിതാവ് അവനെ ഉയർപ്പിച്ചു, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകി. അതാണ് യേശുവിൻ്റെ എളിമയുടെ പ്രത്യേകത. യേശുവിനുണ്ടായിരുന്ന മനോഭാവം എന്ന് പറഞ്ഞാൽ അതാണ്, എളിമയുടെ മനോഭാവമാണ്, തന്നെത്താൻ താഴ്ത്തുന്ന മനോഭാവമാണ്. അതുകൊണ്ട് പിതാവ് യേശുവിനെ ഉയർത്തുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം തന്നെ നമ്മെക്കുറിച്ച് വലിയ കാര്യങ്ങൾ പറയുന്നതിലല്ല, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന സത്യം നാം മനസ്സിലാക്കണം. അങ്ങനെ ദൈവപദ്ധതിയോട് ചേർന്ന് നിൽക്കുവാനും ദൈവീക കൃപയിൽ നമ്മെയും നമ്മുടെ ജീവിതങ്ങളെയും ചേർത്ത് വയ്ക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് കർത്താവ് നമുക്ക് നൽകിയ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് ആ കൃപയിലേക്ക് നമുക്ക് വളരാം. എളിമയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, വിനയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ, അങ്ങനെ ശാന്തിയും സമാധാനവും സ്വീകരിക്കുന്നവരായി അഹങ്കാരത്തോട് അകന്നു നിൽക്കുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. നമ്മുടെ ചിന്തകളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മനോഭാവങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം.
നമ്മുടെ അഹങ്കാരത്തെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ എളിമയെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. എളിമയുള്ളവരായി ജ്ഞാനം നിറഞ്ഞവരായി ജീവിക്കുവാൻ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രത്യേകമായി ഇന്നത്തെ നിയോഗം നമുക്ക് ഓർക്കാം. വിവാഹ തടസ്സവും ജോലി തടസ്സവും അനുഭവപ്പെടുന്ന അനേകർ, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിൻ്റെ ആകുലതയിലും ദുഃഖത്തിലും നിരാശയിലും കഴിയുന്നവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിക്കാം. കുടുംബത്തിൽ മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, രോഗികളായിട്ടുള്ളവർ, അല്ലെങ്കിൽ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് അടിമപ്പെട്ടവർ, അവരെല്ലാം ഓർത്ത് സമർപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള സകലരും അനുഗ്രഹിക്കപ്പെടാനായി പ്രാർത്ഥിക്കാം. അയൽപക്ക ബന്ധങ്ങളിൽ അനുഗ്രഹമുണ്ടാകാനായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരെയും ഓർക്കാം. സകലരും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇന്നേ ദിവസം നമുക്ക് നമ്മെ തന്നെ കർത്താവിന് സമർപ്പിച്ച് എല്ലാവരുടെ നിയോഗങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ മരിയം കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാ നിയോഗങ്ങളോട് ചേർത്ത് നമ്മുടെ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഇന്ന് സാധിക്കുന്നത്രയും പ്രാർത്ഥനയുടെ ഒരു ദിവസമാക്കി മാറ്റുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. അനേകർ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കാം. ഡിവൈൻ ധ്യാനകേന്ദ്രത്തെ സമർപ്പിക്കാം. ഗുഡ്നസ് ചാനലിനെ സമർപ്പിക്കാം. വിവിധങ്ങളായ ശുശ്രൂഷകളെ സമർപ്പിക്കാം. അനേകർ അനുഗ്രഹം പ്രാപിക്കാൻ, രക്ഷ പ്രാപിക്കാൻ ഒരു മാർഗമായി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച്, കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ജീവിതങ്ങളിൽ കൃപ ചൊരിയണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് ഒരു നിമിഷം കർത്താവിന് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹാലേലുവിയ, ഹാലേലുവിയ, ഹാലേലുവിയ. പരിശുദ്ധ അമ്മയോട് സകല വിശുദ്ധന്മാരോടും ചേർന്ന് അവരുടെ മധ്യസ്ഥവും പ്രാർത്ഥനയും നമുക്ക് യാചിക്കാം. കാവൽ മാലാഖമാരുടെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം നമുക്ക് യാചിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥൻ്റെ പ്രാർത്ഥനയും സഹായവും നമുക്ക് യാചിക്കുകയും ആത്മാർത്ഥമായി എളിമയിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യാം.
നമുക്ക് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. തിരുസഭയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാന്മാരോടും എല്ലാ വൈദിക ഗണങ്ങളോടും സമർപ്പിതരോടും ദൈവജനത്തോടും ചേർന്ന് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അനുഗ്രഹത്തിന് ദിവസം ആശംസിക്കുന്നു.